തൃക്കാക്കരയിലെ ഹരിത സരോവരം 279 വീട്ടമ്മമാർ ചേർന്ന ജനകീയ ഉദ്ഘാടനം നടത്തി. മാലിന്യം തള്ളിയിരുന്ന ഒരു ചിറ, വാരിക്കോരി ചിറ, ഈ ചിറ നവീകരിച്ചാണ് ഹരിത സരോവരമാക്കി മാറ്റിയത്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നമുക്ക് കാണാം. തൃക്കാക്കരയുടെ ഒരു സ്വപ്ന പദ്ധതി എന്ന് പറയുന്നതാവും ഏറ്റവും ശരി. അപ്പൊ ഇന്നിങ്ങനെയുള്ള കുളങ്ങളൊക്കെ കാണാൻ പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എങ്ങനെയും ഇത് നന്നാക്കി ഒരു നല്ല കുളമാക്കി വാരിക്കോരിച്ചിറ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകണം എന്ന് നമ്മൾ പ്രതീക്ഷിച്ച് തുടക്കം മുതലേ പണ്ട് നമ്മുടെ നാട്ടിലെ കുളങ്ങളും തോടും ചിറകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതൊന്നും ഇല്ലാതായതിന്റെ ഒരു അനുഭവമാണ് നമ്മൾ ഇന്ന് ഈ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നത്. തൃക്കാക്കര നഗരസഭയിലെ ഞാൻ ചെല്ലുമ്പോൾ ഈ വാരിക്കോരി ചിറയുടെ ഒരു കൊച്ചു ഫയലുണ്ടായിരുന്നു, ഇത്രയുണ്ടായുള്ളത്. ഇപ്പോൾ അത് ഇത്രയായി. കാരണം അതിൽ കൂടുതലും പരാതികളാണ്. ഇത് നന്നാക്കരുത് അല്ലെങ്കിൽ നന്നാക്കാൻ തടസ്സമായി നിൽക്കുന്ന കുറെ പരാതികളാണ്. അന്ന് ഏകദേശം ഒരു 10-15 അല്ലെങ്കിൽ 25 മാക്സിമം അത്രയും പേപ്പറാണ് ആ ഫയലിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ ഏകദേശം ഒരു 1000-1500 പേപ്പറുകൾ ആ ഫയലിലുണ്ട്. വാരിക്കോരി ചിറയുടെ ഇങ്ങനെ ഒരു വീഡിയോസ് ഒക്കെ വന്നപ്പോ ഇറ്റലിയിൽ നിന്ന് വരെ എന്നെ ആളുകൾ വിളിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അത്രയ്ക്ക് ഫേമസ് ആണ് നമ്മുടെ ചബൂക്കിലുള്ള ഈ വാരിക്കോരി ചിറ. വാരിക്കോരി ചിറ ഇത്ര മനോഹരമാക്കിയ സൈമണ് നിങ്ങൾ വാരിക്കോരി കൈയെടുക്കേണ്ടതാണ്. മാലിന്യം എങ്ങനെ ഇപ്പൊ നമ്മുടെ ഒരു തോന്നലാണല്ലോ, ഈ വീട്ടിൽ നിന്ന് ഈ മാലിന്യം എടുത്ത് അപ്പുറത്തേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട് സ്വൈര്യമായി എന്ന് ചിന്തിക്കുന്ന സങ്കുചിത മനസ്സുള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള അണു ആദ്യം എന്റെ വീട്ടിലേക്കാണ് ആ കൊതുക് പറന്നെത്തുന്നത് എന്നുള്ള ബോധമൊന്നും ആ സമയത്ത് നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് ഈ ഭൂമിയും പ്രകൃതി ഇത്രയും ഉള്ള ഒരു സൗകര്യം തന്നത് മെച്ചപ്പെട്ട നിലയിൽ ഭാവി തലമുറയ്ക്ക്
കൈമാറുക എന്നൊരു ദൗത്യം നമ്മൾക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ, വാരിക്കോറിച്ചിറയിലെ ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് അതിന് സപ്പോർട്ട് കൊടുത്താൽ ഏത് നെഗറ്റീവിനെയും വലിച്ചെറിയാൻ കഴിയാവുന്ന ഒരു ശക്തിയായി അതിനെ മാറ്റാൻ കഴിയും എന്നതാണ് ഈ സായാഹ്നം ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അത് ജസ്റ്റ് ഈ ഷേപ്പിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ധർമ്മം മാത്രമാണ് ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയിൽ എനിക്ക് ഉണ്ടായത്. വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഭരണസമിതിയും പ്രിയപ്പെട്ട കൗൺസിലർ ഇതിന് മുന്നോട്ട് പോയത്. നിയമപരമായ നിലവിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പ്രിയപ്പെട്ട കൗൺസിലർ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിരുന്നു. പക്ഷെ അതെല്ലാം 1 by 1 ആയിട്ട് ഓവർകം ചെയ്ത് ഈ സ്ട്രക്ചർ ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചു. എൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രൊജക്റ്റുകളിൽ ഒന്നായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. വെള്ളത്തിന് പ്രയാസമുള്ള ഒരു ഏരിയയിൽ കൗൺസിൽ പൊതുജനങ്ങളിലേക്ക് നൽകുന്ന ആ സന്ദേശം വളരെ വലുതാണ്. അതിൻ്റെ എല്ലാം ഭാഗമാകാൻ എനിക്കും സാധിച്ചു എന്നതിൽ വളരെ സന്തോഷമുണ്ട്.